ഇറാനുള്ളിലെ ആണവ നിലയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ്. ഇവിടേക്കടക്കം ആക്രമണം ഉണ്ടായിരുന്നു. ബൂഷഹർ മേഖലയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിക്കുന്ന ഒരു അവസ്ഥയുൾപ്പെടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖുസസ്ഥാനിലുള്ള ഒരു ജലസംഭരണ കേന്ദ്രം ആക്രമണ കൂടി ഉയരാനാണ് സാധ്യത. അതേസമയം ലെബനനിലും ആക്രമണം ശക്തം തന്നെയാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായിട്ട് വിവരമുണ്ട്. ഇതിനു മുൻപേ നമ്മൾ ഒരു ഭയപ്പെടുത്തുന്ന വീഡിയോ ഉൾപ്പെടെ കണ്ടിരുന്നു. ഒരു റഷ്യൻ മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു മിസൈൽ വന്നു വീഴുന്ന കാഴ്ച ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിച്ചതാണ്. ഈ മാധ്യമപ്രവർത്തകരെ കൊന്നതിനെതിരെ ലെബനന്റെ വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ബെയ്റൂട്ടിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇസ്രായേലിനെതിരെയുണ്ട്. ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ടെല്ലവീവിലും പ്രതിഷേധം ശക്തമാണ്. ഈ പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് ടെല്ലവീവിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിയെങ്കിലും ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ ഇസ്രായേലിന്റെ യുദ്ധത്തിനെതിരെ ഒരു പ്രതിഷേധം അലയടിക്കുന്നത് അത് ഒരു കൗതുകമുണർത്തുന്ന കാഴ്ചയായിരുന്നു. മാത്രമല്ല, നോ കിങ്സ് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി ട്രംപിനെതിരെയും US-ൽ പ്രതിഷേധം രൂക്ഷം തന്നെയാണ്. അവിടെ ട്രംപിന്റെ നെതന്യാഹുവിന്റെയും ഉൾപ്പെടെ ചിത്രങ്ങൾ അടങ്ങുന്ന ഹോൾഡിങ്ങുകളുമായി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയും ഇവർക്കെതിരെ നോ വാർ എന്നുള്ള ബോർഡുകൾ ഉൾപ്പെടെ ഉയർത്തി പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ലണ്ടൻ, പാരീസ് അടക്കം വിവിധ നഗരങ്ങളിലും പ്രതിഷേധമുണ്ട്. ഇപ്പോൾ യമനിലും ഇപ്പോൾ ഈ ഇറാന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുന്നതായിട്ടാണ് വിവരമുള്ളത്. അതേസമയം മറ്റൊരു ഭയപ്പെടുത്തുന്ന കാര്യം ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ US കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നൊരു വിവരമുണ്ട്. അതായത് അവർ തങ്ങളുടെ 3500 മറൈൻ ഉദ്യോഗസ്ഥരെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനു മുൻപേ ഒരു 2000 ഉദ്യോഗസ്ഥരെ US അയച്ചതായിരുന്നു. ഇപ്പോൾ 3500 പേരെ കൂടി അയച്ച് അവരുടെ മറൈൻ വിങ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി ഇറാന് നേരെ ഒരു കരയുദ്ധം നടത്താനാണ് US-ന്റെ നീക്കം എന്നതാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. US-ലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്നാൽ ട്രംപ് ഇക്കാര്യത്തിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അത് US-ന് തന്നെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന് പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ US ഇത്തരമൊരു എടുത്തുചാട്ടത്തിന് തയ്യാറാകുമോ എന്ന് സംശയമാണ്. അതേസമയം കരയുദ്ധവും ചെറിയ രീതിയിലുള്ള ഒരു ലാൻഡ് ഓപ്പറേഷൻ, അതിനൊപ്പം തന്നെ സപ്പോർട്ടായിട്ട് ഒരു എയർ സ്ട്രൈക്ക്, രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ആക്രമണമാകാം US-ന്റെ ലക്ഷ്യം എന്നാണ് ചില വിവരങ്ങൾ, ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അതേസമയം US ഇപ്പോൾ ഇറാനെതിരെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഏപ്രിൽ 6 വരെ ആക്രമിക്കില്ല എന്ന ഉറപ്പും US നൽകിയിട്ടുണ്ട്. അത് ഇപ്പോഴും ലംഘിക്കപ്പെട്ടിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാനെതിരെ കടുത്ത ഒരു രൂക്ഷമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് ഹോർമുസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കുന്നത് അത് തുടർന്നു കഴിഞ്ഞാൽ ഇറാനെ നരകം കാണിക്കും എന്നതാണ് ട്രംപിന്റെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതേസമയം സൗദി അറേബ്യയിലുള്ള US-ന്റെ ഒരു വ്യോമ കേന്ദ്രം ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. 12 US ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. ഒരു ഉദ്യോഗസ്ഥന്റെ നില ഗുരുതരമാണ് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഖത്തറിലും ഡ്രോൺ ആക്രമണം കടുത്ത രീതിയിൽ തന്നെയുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിൽ അവരുടെ റഡാർ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായിട്ട് വിവരമുണ്ട്. UAE-യിൽ നോക്കുകയാണെങ്കിൽ അബുദാബിയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പശ്ചിമേഷ്യയിലുള്ള വിവിധ രാജ്യങ്ങളിലും ആക്രമണം കടുത്ത രീതിയിൽ തന്നെ നടക്കുകയാണ്. ഇതിനിടെ ഈ പശ്ചിമേഷ്യയിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇസ്ലാമാബാദിൽ ഒരു ദ്വിദിന ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇതിൽ പങ്കാളികളാകുന്നില്ല. ഇറാനും ഇസ്രയേലും അമേരിക്കയും അടക്കം ഈ യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇതിൽ പങ്കാളികളാകുന്നില്ല. സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലുള്ള വിദേശകാര്യ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ, അതായത് ഈ ഇറാന്റെയും മറ്റ് US-ന്റെയും എല്ലാം ഒരു മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് പ്രധാനമായിട്ടും ഇസ്ലാമാബാദിൽ വിളിച്ചു ചേർക്കുന്നത്. ഈ 2 ദിവസം നടക്കുന്ന ചർച്ചയിൽ എന്തെങ്കിലും
ഒരു പരിഹാരം ഉരുത്തിരിഞ്ഞു വരും എന്നതാണ് പല ലോകരാജ്യങ്ങളും ലക്ഷ്യം കാണുന്നത്. ഇതിനിടെ IRGCയുടെ ഒരു പുതിയ ഭീഷണി കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ആക്രമണം US-ഉം ഇസ്രായേലും തുടർന്നു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലുള്ള US-ന്റെയും ഇസ്രായേലിൻ്റെയും വിവിധ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് തങ്ങൾ ആക്രമണം നടത്തും എന്നതാണ് IRGCയുടെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭീഷണികളും മുന്നറിയിപ്പുകളും അതേസമയം തന്നെ നേരിട്ടുള്ള ആക്രമണങ്ങളുമായി പശ്ചിമേഷ്യയിലെ സംഘർഷം അത് വീണ്ടും കനത്തുകൊണ്ടിരിക്കുകയാണ്. അജയ്, മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ ചെങ്കടൽ അടയുമോ എന്നുള്ളതാണ്. ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോൾ ആക്രമണം വ്യാപിപ്പിക്കാനാണെന്ന് ഇറാൻ. നയതന്ത്ര ചർച്ചയുടെ സന്ദേശം നൽകി രഹസ്യമായി കരയാക്രമണം നടത്താനാണ് അമേരിക്കയുടെ പദ്ധതിയെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിബാഹ് പറഞ്ഞു. യുക്തമായ നഷ്ടപരിഹാരവും ഹോർമുസിന് മേലുള്ള പരമാധികാരവും വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ഇതിനു മുമ്പ് ആദ്യഘട്ടത്തിൽ 2500 മറീനുകളെ ഈ ഗൾഫ് മേഖലയിലേക്ക് അയച്ചു എന്ന വാർത്തകൾ വന്നിരുന്നു. അതിനെ US മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഒരു കരയുദ്ധത്തിലേക്കുള്ള നീക്കമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നൊരു സംശയം ഇറാൻ ഉണ്ടാകുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ നയതന്ത്ര പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത പൂർണ്ണമായും ഇവിടെ അടഞ്ഞു കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനീഷ, ഏറെക്കുറെ അതുമായി ബന്ധപ്പെട്ട ഒട്ടും തൃപ്തികരമല്ലാത്ത സിഗ്നലുകളാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം ഒരു പരസ്പര ബഹുമാനം, വിശ്വാസ്യത, ഇത് ഏതൊരു ചർച്ചയ്ക്കും അടിസ്ഥാനമാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു, മറുഭാഗത്ത് തങ്ങളെ ആക്രമിക്കാനും അമർച്ച ചെയ്യാനും അധിനിവേശം നടത്താനുമുള്ള വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണ പദ്ധതികളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ അമേരിക്ക നിർബന്ധിതമാകണം എന്ന ഒരു നിർദ്ദേശമാണ് ഇറാനിലെ പാർലമെന്റ് സ്പീക്കറും അതോടൊപ്പം തന്നെ ഇറാനിലെ സർക്കാർ വക്താവും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ വളരെ ന്യായമാണ്. ആ ഉപാധികൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് തങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നഷ്ടങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം വേണം. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ സുരക്ഷയുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കപ്പൽ പാതയാണ്. അതിനു മുകളിലുള്ള പരമാധികാരം അനുവദിച്ചു കിട്ടണം. ഈ രണ്ട് ആവശ്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ വക്താവിൻ്റെതായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി ഉൾപ്പെടെയുള്ള 3 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇപ്പോൾ ഇസ്ലാമാബാദിൽ യോഗം ചേരുന്നുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും അതിൽ സംബന്ധിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ സംഘർഷം വിപുലീകരിക്കുന്നതിന് പകരം ഇത് ഏറ്റവും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഈ 4 രാജ്യങ്ങളിലെയും മധ്യസ്ഥ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പം 4500-ലധികം മറീനുകളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാർഗോ ദ്വീപ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിനുമേൽ സമ്പൂർണ്ണ നിയന്ത്രണമെന്ന് ഇറാൻ സേന. 2 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ കൂടി ഹോർമുസ് കടലിടുക്ക് കടന്നു. ഇസ്രായേലിലെ ബീർഷേബയിൽ കെമിക്കൽ ഫാക്ടറിക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. MC നാസർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നാസർ, നമുക്കറിയാം, ഒരു വശത്ത് നയതന്ത്ര ചർച്ചകളെന്ന് അമേരിക്ക പറയുന്നു. അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ ലക്ഷ്യം ഉന്നം ഇറാനിലെ കാർഗ് ദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള കരയുദ്ധമാണ് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അത് ഇറാന് മേൽ തന്നെയാണ്. ഇറാൻ ഇപ്പോൾ സമ്പൂർണ്ണ നിയന്ത്രണം ഞങ്ങൾക്ക് തന്നെയാണ് എന്ന് ഇറാൻ സേന പറയുന്നത്. അമേരിക്കയുടെ ലക്ഷ്യത്തിൽ ഹോർമുസും ഉണ്ട് എന്ന് നമുക്കറിയാം. എന്താണ് ഇന്ന് അവിടെ നടക്കുന്നത്? അതോടൊപ്പം തന്നെ ചർച്ചകൾ ഏതെങ്കിലും തരത്തിൽ, നയതന്ത്ര ചർച്ചകൾ ഏതെങ്കിലും തരത്തിൽ പുരോഗമിക്കുന്നുണ്ടോ? മഹേഷ്, അല്പം മുമ്പാണ് ഇറാനിൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അമേരിക്കൻ നേതൃത്വം വ്യക്തമാക്കിയിരുന്നത് ആ പ്രദേശത്ത് ഹോർമുസ് കടലിടുക്കും സമീപ പ്രദേശങ്ങളിലും ഇറാൻ്റെ നിയന്ത്രണം, സൈനിക സാന്നിധ്യം പൂർണ്ണമായി കുറഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള ആക്രമണം തങ്ങൾ നടത്തിയതുകൊണ്ട് അവിടെ നാവികസേന പൂർണ്ണമായിട്ടും പിൻവാങ്ങിയ സാഹചര്യമാണുള്ളത്. അവരുടേതായിട്ടുള്ള ആയുധ സാമഗ്രികൾ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു എന്നൊക്കെയും അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആ മേഖലയിൽ തങ്ങളുടെ സമ്പൂർണ്ണ മേധാവിത്വം തന്നെയാണ് നിലയുറപ്പിക്കുന്നത്. ഒരു കപ്പലും തങ്ങളുടെ അനുമതി കൂടാതെ ആ ഭാഗത്തുകൂടെ കടന്നുപോകില്ല എന്ന് തങ്ങൾ ഇതുവരെയും ഉറപ്പാക്കിയിട്ടുണ്ട്. നാളെയും ആ അവസ്ഥ തന്നെയായിരിക്കും തുടരുക എന്ന് കൂടി IRGCയുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു. 2 ഇന്ത്യയിലേക്കുള്ള പ്രകൃതിവാതകവും വഹിച്ചുകൊണ്ടുള്ള 94,000 മെട്രിക് ടൺ പ്രകൃതിവാതകം വഹിച്ചുകൊണ്ടുള്ള 2 എണ്ണക്കപ്പലുകളാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ഇറാൻ അനുമതി നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾക്ക് അനുമതി നൽകുമെന്നും ഇന്ത്യയെ ഇറാൻ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ
പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെയാണ് മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് നയതന്ത്ര ചർച്ചകൾ എന്ന നിലയ്ക്കുള്ള സന്ദേശം നൽകുന്നു, മറുഭാഗത്ത് കരയാക്രമണത്തിനുള്ള വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങളും അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്നത് കാർഗോ ദ്വീപ് പിടിച്ചടക്കുക, അതിലൂടെ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാനിൽ നിന്ന് കൈക്കലാക്കുക എന്നതാണ്. പക്ഷേ ഇത് ഏറ്റവും വളരെ ശ്രമകരമായ, രക്തച്ചൊരിച്ചിലിന് വലിയ തോതിൽ ഇടയാക്കുന്ന ഒരു കരയാക്രമണമായിരിക്കുമെന്ന് അമേരിക്കയ്ക്കും അറിയാം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മാത്രമാണ് ഈ സൈനിക വിന്യാസവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങളും അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഹേഷ്. MC നാസറാണ് വിവരങ്ങൾ.